കഴിഞ്ഞ ദിവസം കമൻറ്റ് സെക്ഷനിൽ കണ്ടതാണ് ആഫ്റ്റർ നോർമൽ ഡെലിവറി എപ്പോൾ തൊട്ട് എക്സസൈസ് ചെയ്യാം. സുഖപ്രസവം കഴിഞ്ഞിട്ട് എപ്പോൾ തൊട്ട് എക്സസൈസ് ചെയ്യാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഡേയ്സ് തൊട്ടിട്ട് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓക്കെ ആവുന്നത് വരെ വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു 2 വീക്സ് to 4 വീക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെന്തിനാ 2 വീക്സും 4 വീക്സും എന്നല്ലേ? 2 വീക്സും 4 വീക്സും നമ്മൾ ആ ഒരു സിറ്റുവേഷനായിട്ട് ഫീഡിങ്, നമ്മുടെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട്, നമ്മുടെ പെയിന്, നമ്മുടെ സ്റ്റിച്ച്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരു ഡെലിവറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജാണ് ഫസ്റ്റ് കുറച്ച് ആഴ്ചകൾ. ആ ആഴ്ചകൾക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് മാക്സിമം റെസ്റ്റ് എടുക്കുക. എന്നിട്ട് പതുക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ എക്സസൈസ് ചെയ്യണം? ബ്രീത്തിങ് ചെയ്യണം, കീഗൽസ് ചെയ്യണം, പെൽവിക് ടിൽറ്റ് ചെയ്യണം, ബ്രിഡ്ജിങ് ചെയ്യണം. അയ്യോ, ഇത്രയും എക്സസൈസ്, ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ? അങ്ങനെ ഇതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ കൊടുത്തില്ല, ഞാൻ നിങ്ങളെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യേണ്ട എക്സസൈസുകൾ കിടന്നിട്ട് ആ ഒരു റെസ്റ്റ് എടുക്കുന്ന ഫസ്റ്റ് 3 മന്ത്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, ബാക്കി ബാക്ക് പെയിനും ബുദ്ധിമുട്ടുകളും ഒന്നും ലൈഫിൽ വരാതിരിക്കാൻ ചെയ്യേണ്ട എക്സസൈസുകൾ എന്താണെന്ന് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. നമുക്ക് കൺസൾട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഇനി എന്നെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ ഒക്കെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ.